വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലേബി ക്യുസീൻ. ചെയ്യുന്നത് ചീര കൊണ്ടുള്ള ഒരു അവിയലാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എനിക്കിവിടെ കിട്ടിയ ചീര എന്ന് പറയുന്നത് ഇതുപോലെ പച്ചയും ചുമപ്പൂടെ ചേർന്നിട്ടുള്ള ചീരയാണ്. അപ്പോൾ വീഡിയോ കാണുക. അവിയൽ തയ്യാറാക്കാം. അതിനായിട്ട് പാൻ വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിൽ ചേർക്കുന്ന പച്ചക്കറികളൊക്കെ അവരവരുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. അവിയൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ പൂഷണിക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ കഷ്ണങ്ങളെല്ലാം നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. പിന്നെ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ ക്യാരറ്റ്. ഇത് ചീരയുടെ തണ്ടാണ്, അതിങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 കപ്പ് കാണും ഈ ചീര അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചീരയുടെ തണ്ടും പൂഷണിക്ക, ക്യാരറ്റ് ഇത്ര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇല ഇപ്പം ചേർക്കുന്നില്ല. പച്ചക്കറികളൊക്കെ വെന്തതിന് ശേഷമാണ് ചീരയുടെ ഇല ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു ചെറിയ മുരിങ്ങയ്ക്ക കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ്. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഈ വെള്ളം വേണ്ട. ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഒരു 1/4 ടീസ്പൂണും 1 നുള്ളും കൂടെ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ കൂടുതൽ മഞ്ഞൾ ചേർക്കണ്ട, അല്ലെങ്കിൽ അവിയൽ ഒരു മഞ്ഞ കളറിലേക്ക് മാറും. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് 1/4 കപ്പ് തികച്ചില്ല ഈ ഞാൻ എടുത്തിരിക്കുന്ന വെള്ളം. മേ ബി ഒരു 2.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. പൂഷണിക്കയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ഇറങ്ങും. അപ്പം ഇത്രയും വെള്ളം തന്നെ ധാരാളമാണ്. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അവിടെ പച്ചക്കറികൾ വേകുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഈ ജീരകവും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. വെള്ളം ചേർക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം പച്ചക്കറി വേവിച്ചെടുക്കാനായിട്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അതുപോലെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ബാക്കി പച്ചക്കറികൾ ഓൾറെഡി വെന്തിട്ടുണ്ടാവും. അതിനധികം വേവ് വേണ്ടല്ലോ. ഞാൻ ഇതിലേക്ക് അപ്പോൾ ചീരയുടെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വേകാനായിട്ട് വിടാം. ഒരു 2 മിനിറ്റ് മതിയാവും. ഇല വേഗം വെന്ത് കിട്ടും. അപ്പം ഞാൻ തേങ്ങ ചതച്ചത് ഈ ഒരു പരുവത്തിലാണ്, അതായത് ഒന്ന് ഒതുക്കി എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ നമുക്കിനി തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇളക്കി ചേർക്കാം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പുളിക്കായിട്ട് ചേർക്കുന്നത് തൈരാണ്. ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയോടെയാണ് ചേർത്തിരിക്കുന്നത്. അത് നല്ലപോലെ നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം. തൈര് പച്ചക്കറിയിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ തയ്യാറായിട്ടുണ്ട്. വളരെ രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. ചീരയൊക്കെ എപ്പോഴും തോരനൊക്കെ ആയിട്ട് മാത്രം കഴിക്കാതെ ഇതുപോലൊക്കെ കഴിക്കുമ്പോൾ നമുക്കും ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.